ഹായ് ഓൾ ജിൻസ് കോക്ക്. വണക്കം 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 മക്കളെ. കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ന്യൂസ്. ലഹരി ഉപയോഗിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള പ്രമുഖർ, അതിൽ കുറേ ആളുകളുണ്ട്. ഷൈൻ ടോം ആയിരുന്നു ഒരാഴ്ച മുൻപ്, അതിനുശേഷം ഖാലിദ് റഹ്മാൻ തമാശയുടെ ഡയറക്ടർ. പിന്നെ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായിട്ട് ഏറ്റവും എക്സ്പ്ലോസീവായിട്ടുള്ള ന്യൂസായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വേടൻ്റെ കേസ്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. ഞാൻ 2 വർഷം UAE ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ പിന്നെ നമ്മൾക്കുള്ള പല സ്വാതന്ത്ര്യങ്ങളും ഒരു രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്ത്. അതൊരു സിറ്റിസൻ്റെ, ഒരു സിവിലിയൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു ബോധമാണിത്. ഇന്ന നാട്ടിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ നിയമവും പഠിച്ച് നമുക്ക് വക്കീലന്മാരെ പോലെ ആവാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സിഗരറ്റ് വലിക്കാം, കള്ള് കുടിക്കാം. കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം, ബിവറേജിന് സാധനം കിട്ടും, അടിക്കാം. പക്ഷേ അത് എവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല, പൊതുസ്ഥലത്ത് നിന്ന് അടിക്കാൻ പാടില്ല. കള്ള് കുടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്കറിയാം. കഞ്ചാവ് ഇവിടെ നിരോധിച്ചിട്ടുള്ള ഒരു സാധനമാണ്. കഞ്ചാവ് നിരോധിക്കാത്ത, കഞ്ചാവ് വലിക്കാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അമേരിക്ക ഉൾപ്പെടെ നമുക്ക് പറയാം. അവിടെ പോയി നിങ്ങൾ വലിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കെന്താണ്, നിയമപരമായിട്ടുള്ള ശിക്ഷകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഇതൊന്നും അറിയാത്ത ആളല്ല ഈ വേടനും ഖാലിദ് റഹ്മാനും ഷൈൻ ടോം ചാക്കോയും മറ്റുള്ള ആളുകളും. പക്ഷേ അവർ ജോലി ചെയ്യുന്ന തൊഴിൽ മേഖല ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ, നോയിങ്ലി ഓർ അൺനോയിങ്ലി അവരിതിലേക്ക് പെട്ടുപോയിരിക്കാം. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ ഇത് അടിക്കുന്ന സമയത്ത് അത് വലിയ വാർത്തയാകാറുമില്ല. നമുക്ക് അറിയാം, ഡെയിലി എത്രയോ ആളുകളെ ഈ MDMA ആയി കഴിഞ്ഞാലും കഞ്ചാവായി കഴിഞ്ഞാലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയി കഴിഞ്ഞാലൊക്കെ എത്രയോ ആളുകൾ പിടിക്കുന്നുണ്ട്. ഇത് വാർത്തയാവുന്ന എപ്പോഴാണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരാൾ, അല്ലെങ്കിൽ 4 ആളുകൾ അറിയുന്ന ഒരാൾ, സൊസൈറ്റി ഉറ്റുനോക്കുന്ന ഒരാൾ ഇത് ചെയ്യുന്ന സമയത്താണ് ഇത് വലിയ വാർത്തയാവുന്നത്, ഈ പറയുന്ന ഞാനായി കഴിഞ്ഞാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു റെസ്പോൺസിബിലിറ്റി 4 ആളുകൾ അറിയുന്ന ആൾക്കാർക്കുണ്ട്. എസ്പെഷ്യലി വേടൻ്റെ കേസ് പറയാം, ഷൈൻ ടോമിൻ്റെ കേസൊക്കെ പോട്ടെ. ഇപ്പോൾ പുള്ളി തന്നെ, ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പലപ്പോഴും, ഷൈൻ ടോമിൻ്റെ എത്രയോ സിനിമകൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആദ്യകാലത്തൊക്കെ ഷൈൻ ടോമിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണം കാച്ചിയ സാധനം, അപാര സാധനമായിരുന്നു. ലാസ്റ്റ് കുറുപ്പ് വരെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള റോളുകൾ എച്ചാതി തല്ലുമല ചെയ്തു വെച്ചിട്ടുള്ള സാധനം. പക്ഷെ അതിനുശേഷം ഷൈൻ ടോം പുള്ളി മറ്റേ ഇൻട്രോയിൽ പോലെ തന്നെ ആയിപ്പോയി. അതായത് ഒരാളുടെ കഴിവ് നഷ്ടപ്പെടുവാണ്, മനസ്സിലായില്ലേ? അയാളല്ലാതായി മാറുകയാണ്. അയാൾ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. അത് ഇൻ്റർവ്യൂയിലേക്ക് കഴിഞ്ഞാലും സിനിമയിലേക്ക് കഴിഞ്ഞാലും. ഇപ്പോൾ വേടൻ്റെ കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ, അല്ലാതെ സിനിമക്കാർ മറ്റേ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ സിനിമക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഫ്ലാറ്റിലിരുന്ന് അടിച്ചാലും ഇവർ രഹസ്യമായി അടിച്ചു കഴിഞ്ഞാലും സിനിമയിൽ രഹസ്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അത് സിനിമക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കിയ കൊള്ളാം. സിനിമയ്ക്കകത്ത് രഹസ്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ആരെന്ത് ചെയ്യുക, സിനിമക്കാരുടെ പ്രധാന പരിപാടി എന്താ ഞാൻ പറഞ്ഞുതരാം. ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തുക, കുറ്റം പറയുക, ദുഷിപ്പടിക്കുക. നിങ്ങൾ ആരെന്ത് ചെയ്തോ മക്കളെ, അതെല്ലാവരും അറിഞ്ഞിരിക്കും. അത് ന്യൂസായിട്ട് ഇങ്ങനെ മറ്റേ എന്താ പറയുക, ചാനലിൽ അടിച്ചു വരുമോ, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ അടിച്ചു വരുമോ, പ്രിൻ്റ് ചെയ്ത് വരുമോ, അല്ലെങ്കിൽ വിഷ്വലായിട്ട് വരുമോ, ഇതല്ല. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു സിനിമയ്ക്കകത്തിൽ എല്ലാവർക്കും അറിയാം. പുറത്തുള്ള ആൾക്കാർക്കും സിനിമക്കാരായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കും അറിയാൻ പറ്റും. ഇപ്പം മലയാളത്തിൽ തന്നെയുള്ള ഒരു പ്രമുഖ നടനും വൈഫും ഇങ്ങനെ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ട് കുറേ ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതോ നമുക്കറിയില്ല. പക്ഷേ ഇതിങ്ങനെ ലീക്കാവും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിപ്പം ഖാലിദ് റഹ്മാനെ പിടിച്ചത് മറ്റേ സമീർ തായറിൻ്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പിടിക്കപ്പെട്ട് വിടുമ്പോൾ മാത്രമാണ് അത് വാലിഡ് ആവുന്നത് നിയമപരമായിട്ട്, അല്ലെങ്കിൽ ന്യൂസ് ഫയൽ അതിനുണ്ടാകുന്നത്. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണം എന്നൊക്കെ പറയുന്നു.
പക്ഷെ ഇതിനൊരു ബേസിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് നാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ സമൂഹം നോക്കിക്കാണും, ഇവരുടെ കുടുംബം എങ്ങനെ നോക്കിക്കാണും എന്ന് പറയുന്ന വലിയ ഒരു കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ നിയമം ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത്. പക്ഷേ ഇത് വേടനെ ബാധിക്കും പോലെയല്ല എല്ലാവരെയും ബാധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നാളെ ഖാലിദ് റഹ്മാൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനുരാഗ് കരിക്കും വെള്ളം, തല്ലുമാല, ജിംഖാനയ്ക്കൊക്കെ ഞാൻ ഹെവി പോസിറ്റീവ് പറഞ്ഞു. നാളെ ഖാലിദ് റഹ്മാൻ ഒരു കിടിലം പണം ചെയ്യുകയാണെങ്കിൽ ഞാൻ കിടിലം റിവ്യൂ ഞാൻ പറയുള്ളൂ. കാരണം എന്താ, ഞാൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ദിലീപ് എന്ന് പറയുന്ന മലയാളത്തിലെ വലിയൊരു താരം അദ്ദേഹം ഈ ഒരു പീഡന കേസിൻ്റെ ഇതിൽ പ്രതിയായ ശേഷം കോടതിയിൽ പോയിട്ട് കുറച്ച് കാലം റിമാൻഡിലായി തിരിച്ചു വന്നതിന് ശേഷം ഇറങ്ങിയ സിനിമ രാമലീല ഇവിടെ നിറഞ്ഞോടിയ സിനിമയാണ്. അപ്പോൾ ആളുകൾക്ക് ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സിനിമ കാണാം, കുറച്ച് സമയം ജീവിതം ആസ്വദിക്കുക. എല്ലാവരും ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം ലാലേട്ടൻ്റെ എമ്പുരാൻ ഇറങ്ങിയ ശേഷം കുറേ സംഘികൾ ഞാൻ കണ്ടതാണ്. മറ്റേ കാശ്മീരിലുണ്ടായ അറ്റാക്കിന് ശേഷം ലാലേട്ടൻ്റെ പോസ്റ്റിന് താഴെ സംഘികൾ വൻ അറ്റാക്ക് എന്നിട്ട് തുടരും. എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കോഴിക്കോട് കൈരളി തിയേറ്ററിന് മുമ്പിൽ കൂടെ വന്ന ബ്ലോക്കാണ് കോഴിക്കോട് മാവൂർ റോഡിൽ. എന്താ കാരണം? ലാലേട്ടൻ്റെ കൈരളി പടത്തിൽ അകത്ത് കയറിയ വണ്ടിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, പുറത്തുള്ള വണ്ടികൾ അകത്ത് കയറാൻ പറ്റില്ല. എന്താ കാരണം? ലാലേട്ടൻ്റെ പടം. ഏതെങ്കിലും ഒരു സംഘി ഈ എമ്പുരാനിൽ ലാലേട്ടൻ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ പടം കാണാതിരിക്കുന്നുണ്ടോ? ഇനി പോട്ടെ, വേടൻ്റെ കേസ് അറിയാം. വേടൻ ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. വേടൻ പാലസ്തീനായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. വേടൻ സംഘികൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. മോനെ ഇടി വരുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ട് ഏതെങ്കിലും സംഘി വേടൻ്റെ കോൺസേർട്ടിന് പോകാതിരുന്നിട്ടുണ്ടോ? അപ്പം നമ്മൾ എന്താ, വേടൻ വരുന്നു, വേടൻ്റെ പാട്ട് കേൾക്കണം, അത്രേ ഉള്ളൂ. അത് വേടൻ ഇന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സംസാരിച്ച് അതൊന്നും ആലോചിച്ചിട്ടല്ല, അല്ലെങ്കിൽ ലാലേട്ടൻ ഇന്ന പടത്തിൽ അഭിനയിച്ചെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ്റെ കേസിലേക്ക് പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ മറ്റുള്ള ഈ ഖാലിദ് റഹ്മാനെ കുറിച്ചോ അല്ലെങ്കിൽ ഷൈൻ ടോമിനെ കുറിച്ചോ ശ്രീനാഥ് ബാസിയെക്കുറിച്ചോ ഒന്നും പറയാൻ പോലെയല്ല. വേടൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടൻ ഓൾറെഡി പണ്ടൊരിക്കലും ലൈംഗിക ആരോപണത്തിൽ മീറ്റൂല് പെട്ടിട്ടുള്ള ആളാണ്. അന്ന് വേടൻ അതിന് മാപ്പ് പോസ്റ്റ് എഴുതിയിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ വേടൻ ഇപ്പോൾ തിരിച്ച് വരവിൽ സെക്കൻഡ് വേവിൽ വേടൻ വലിയൊരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർജിനലൈസ്ഡ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പാണനല്ല, പുലയനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന് നീ ആയാൽ എനിക്കൊരു മൈരുമില്ല എന്ന് വേടൻ പറയുന്ന സമയത്ത് അത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ്. അത് പറഞ്ഞ് പാടി വന്നുള്ള വേടൻ ആക്രമിക്കപ്പെടുന്നു വേടനെ അറിയാം. അപ്പോൾ വേടൻ എന്താ ചെയ്യണ്ടേ? വേടൻ അതിന് ഇരയാവാൻ പാടില്ലായിരുന്നു. വേടൻ അതിന് ഇരയാക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസരം വേടൻ കൊടുക്കരുതായിരുന്നു. വേടൻ അറിയില്ല ഇവിടെ കഞ്ചാവ് വലിച്ചാൽ ഇവിടെ നിയമവിരുദ്ധമായ കാര്യമാണെന്ന്. അതും വലിച്ചിട്ട് വേടൻ എന്ന് പറയുകയാണ് പിന്നെന്താ സാറേ ഞാൻ കുറച്ച് കാലമായിട്ട് വലിക്കുന്നുണ്ട്. കുടിച്ചോട്ടെ, അത് നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യമാണ്. കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്, അല്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേടൻ അതിനുള്ള അവസരം കൊടുക്കരുതായിരുന്നു. അങ്ങനെ അവസരം കൊടുത്തതിന് ശേഷം വേടന് വേണ്ടി ഇരവാദമായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. വേടൻ അതിന് അവസരം കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. വേടൻ അതിനുള്ള അവസരം കൊടുക്കരുതായിരുന്നു. വേടൻ അറിയില്ലേ ഇവിടുത്തെ സോഷ്യൽ അൺകോൺഷ്യസ് എന്നാണ് വേടൻ അറിയില്ലേ? ഇവിടെ ഡോക്ടർ BR അംബേദ്കർ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇവിടെ ഇത് എഴുതി വെച്ചത്? ഇന്ത്യൻ ഭരണഘടന. ഇദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നല്ലോ. വേടൻ അങ്ങനെയാണോ ചെയ്തത്? വേടൻ അംബേദ്കറെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേജിൽ. അപ്പം വേടൻ അയ്യങ്കാളിയെ കുറിച്ച് സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വേടൻ ചിന്തിക്കണമായിരുന്നു. ഒരു വട്ടമല്ല 100 വട്ടം ചിന്തിക്കണമായിരുന്നു. ഞാൻ ഒരു ഇരയാകാൻ പാടില്ല, ഞാനൊരു അവസരം കൊടുക്കാൻ പാടില്ല, വേടൻ കഞ്ചാവ് വലിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടറിയോ? വേടൻ ഇല്ലാതാവണം ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അത് അവർ മനഃപൂർവ്വമൊന്നുമല്ല, അവിടെ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, ഒരു ഹിസ്റ്റോറിക്കൽ, ഒരു സോഷ്യോളജിക്കൽ അൺകോൺഷ്യസ് പ്രവർത്തിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇരയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടക്കൊളുത്ത് വേടൻ ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. പറ്റിയത് പറ്റി, വേടൻ തന്നെ സമ്മതിച്ചു. ഇനി വേടൻ തിരിച്ചു വരണം എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വേടൻ ഇവിടെ വേണം. വേടൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് അത് വേണം.
വേണം പാടണം, വേടൻ്റെ വരികൾ ഞാൻ തന്നെ ഡെയിലി ഹെഡ്സെറ്റ് വെച്ചിട്ട് വേടൻ്റെ പല പാട്ടുകളും കേൾക്കാറുണ്ട്. വേടനോട് എനിക്ക് കടുത്ത ആരാധനയുണ്ട്. പക്ഷേ വേട മോനെ, വണക്കം 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 മക്കളെ, അത് വേണം, ഇനിയും വേണം. ഇപ്പം 30-ന് പുള്ളിയുടെ എന്തോ പട്ടറെന്ന് പറയുന്നത്, പക്ഷേ തെറ്റുപറ്റിപ്പോൾ ഇതെന്തോ ചെറിയ ഗ്രാം കഞ്ചാവ് എന്തോ ഉള്ളു. പക്ഷേ അത് നെഗ്ലിജിബിളായിട്ട് അങ്ങനെ വേടനെ നിസാരവൽക്കരിക്കരുത്. ആ വലിയ അപകടം. ഇന്നിപ്പോൾ ഞാൻ കണ്ടതാണ് ജംഷി ഖാലിദിൻ്റെ, അത് ഖാലിദ് റഹ്മാൻ്റെ ബന്ധു, പോസ്റ്റിന് അടിയിൽ കുറേ മറ്റേ എന്താ ഡോഗ് നിഖ എന്ന് പറഞ്ഞിട്ട് കുറേ നിസാരവൽക്കരിച്ചുള്ള കുറേ കൊമൻസും പരിപാടികളൊക്കെ അതിപ്പോൾ നെസ്ലിന് ഉൾപ്പെടെ ആൾക്കാരുടെ കൊമൻ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയർ വരെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം കാണുന്ന വലിയൊരു ജനറേഷൻ, അതായത് 2K കിഡ്സ് നമ്മൾ പറയുന്ന ജെൻസി എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ അവരിതിനെ വല്ലാതെ ഇങ്ങനെ നിസാരവൽക്കരിക്കും. മനസ്സിലായോ? അത് വേടൻ എന്ത് ചെയ്യുന്നു അതിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ ഏറ്റവും വലിയ എക്സാമ്പിളായി മാറേണ്ട ആളാണ്. ഇതിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പുള്ളിയാണ്. ഇതാണെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റല്ലേ വരിക, ഈ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനോ ഈ ഒരു സോഷ്യോളജിക്കൽ ഡയമെൻഷനോ ഒരു സാധനമല്ല വരിക. ഇത് ഓരോന്നിനൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അയാൾ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള സാധനമല്ല, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി വേടൻ കാണിച്ചില്ല. ഇനിയെങ്കിലും വേടൻ അത് കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ലാലേട്ടൻ്റെ മേലിൽ കുതിരകാരനെ പരിപാടി നിർത്തിക്കള. ലാലേട്ടൻ ആനക്കൊമ്പ് കേസൊക്കെ അത് ഇവരുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത് പുള്ളിക്ക് മറ്റേ എന്താണ് ലൈസൻസിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ മറ്റേ ഇപ്പോൾ പുലി നഖത്തിൻ്റെ കേസ് വെച്ച് വേടനെ പിടിക്കാൻ നോക്കും. അതൊക്കെ നിയമപരമായിട്ട് നമ്മൾ ലോക്കാക്കുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളാണ്. എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്, എന്ത് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി വരും. ഇവർക്ക് ആരെയും കിട്ടിക്കഴിഞ്ഞാൽ ഇവരവരെ മാക്സിമം ചെയ്യും. അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. നാളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾ മലയാള സിനിമയിൽ ഏതൊരു പ്രൊഡ്യൂസറായി കഴിഞ്ഞാലും ഏത് ആൾക്കാരെ കഴിഞ്ഞാലും അവർക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും ദേഷ്യമുള്ള, അവർക്ക് കണ്ടുകൂടാത്ത, നശിച്ച് കാണുന്ന ആഗ്രഹിക്കുന്ന, ചത്ത് കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഞാൻ ഇതിനുള്ള അവസരം കൊടുക്കരുത്. നാളെ പിന്നെ അതിനുള്ള അവസരം കൊടുത്ത് ഞാൻ കഞ്ചാവും വലിച്ച് എന്നെ പിടിച്ചിട്ട് ഞാൻ മറ്റേ ദളിതനാണെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിനുള്ള അവസരം ഞാൻ കൊടുക്കരുത്. അവിടെയാണ് എൻ്റെ കഴിവ്. അതായിരുന്നു വേടൻ ചെയ്യേണ്ടിരുന്നത്. അത് വേടൻ ചെയ്തില്ല. ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഇപ്പം കുറേ ഏത് പ്രശ്നം ഉണ്ടായിക്കണേ 2 വിഭാഗം കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ സിനിമാക്കാർ മാത്രമല്ല, പല ആളുകൾ. പിന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ എന്തായി കഴിഞ്ഞാലും അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ഇത്രയും വലിയ ജനങ്ങളെ നോക്കാൻ ഇത്ര കുറച്ച് ആളുകളിൽ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇത് ആക്കണം. ഇതിൻ്റെ സോഴ്സ് തടയുക എന്നുള്ളതാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെ രാഷ്ട്രീയമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ അത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോഴ്സ് ഒന്ന് കട്ട് ചെയ്യണം. അല്ലാതെ ഇത് വിതരണം ചെയ്യുന്ന ആളുകളെയോ ഇത് ഉപയോഗിക്കുന്ന ആളുകളെയോ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതൊരു കാര്യവും അതിൻ്റെ റൂട്ട് നല്ല കട്ട് ചെയ്യണ്ടേ. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നേ. ഈ കനബിസ് ഇത് അടിക്കാൻ അനുവാദമുള്ള രാജ്യമുണ്ടെന്നേ. അതുപോലെ ഒന്നുമില്ല, നമ്മൾ രാജ്യമാക്കി മാറ്റുമോ, ഇല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരിക്കലും ഈ ഒരൊറ്റ കേസ് കൊണ്ട് ഒരിക്കലും അടി പോകേണ്ട ആളല്ല. ഇദ്ദേഹം പുറകോട്ട് മാറാൻ പാടില്ല. ഇദ്ദേഹം തിരിച്ചു വരണം. കാരണം ഇദ്ദേഹം തിരിച്ചു വന്നതിൻ്റെ നഷ്ടം ഇദ്ദേഹത്തിന് മാത്രമല്ല. മനസ്സിലായോ? ലോകത്ത് പല ആളുകളും പല മഹാരഥന്മാരും ഇങ്ങനെ അടിച്ചിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ മുതൽ, മനസ്സിലായില്ലേ, എത്ര ആളുകൾ, ഹീത്ത് ലെഡ്ജർ മുതൽ. അപ്പോൾ അങ്ങനെ ഒരാളാൻ വേണ്ടി വേണം പാടില്ല. വേടൻ്റെ പാട്ടുകൾ നാളെ ഈ സമൂഹത്തിൽ വന്നില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം വേടനെ മാത്രമല്ല, ഈ ഉൾപ്പെടുന്ന ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ്. വേടൻ്റെ വരികൾ വരണം, വേടൻ്റെ ശബ്ദം വരണം, വോയിസ് ഓഫ് വോയിസ്ലെസ് അതുണ്ടാവണം. അത് ആഗ്രഹിക്കുന്നുണ്ട് ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചാനൽ വരെ എന്നെ വിളിച്ചു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ, ബൈറ്റ് തരുമെന്ന് ചോദിച്ചിട്ട് സംസാരിക്കേണ്ട വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നി വേടൻ ഇവിടെ വേണം. കാരണം വേണമെന്നേ, വേടനും കൂടിയുള്ള ഈ സമൂഹമായി പൂർണ്ണമാവുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം റോബർട്ട് ഡൗണി ജൂനിയർ, അദ്ദേഹം എമ്മാതിരി കേസിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പണം പറ്റുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടനാണ്. അതുപോലെ വേടൻ ഓൾസോ ഷുഡ് ബി ബാക്ക്. പിന്നെ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ ഇഷ്ടം പോലെ നിയമത്തെ അനുസരിച്ച് ജീവിക്കാം, നിയമത്തെ ഹൈഡ് ചെയ്ത് ജീവിക്കാം, ഒളിച്ചോട് ജീവിക്കാം.
പക്ഷേ നാളെ ഇവരുടെയൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ശ്രീനാഥ് ബാസിയുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഷൈൻ ടോമിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാലും ഖാലിദ് റഹ്മാൻ ഇറങ്ങിക്കഴിഞ്ഞാലും ഒക്കെ നല്ല സിനിമയാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യും, ഞാൻ നല്ല തന്നെ പറയും. അല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടോ മറ്റു പരിപാടിയൊന്നുമല്ല. പിന്നെ എല്ലാത്തിനും ലാലേട്ടൻ്റെ മുകളിൽ കാര്യമുണ്ടാകും. അദ്ദേഹം ഇതൊന്നും ആഗ്രഹിക്കുന്ന മനുഷ്യനുമല്ല, അദ്ദേഹത്തിന് ഇതൊന്നും ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരാളുമല്ല. പുള്ളി വിട്ടേക്ക്, വെറുതെ എന്തിനാ.